വെൽക്കം ടു അവർ ചാനൽ. ഇപ്പോൾ നീണ്ട ഒരു മാസത്തിന് ശേഷം വീണ്ടും റിവ്യൂ ആയിട്ട് വന്നേക്കാണ്. സോ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരാഴ്ചക്ക് നാട്ടിൽ പോയേക്കായിരുന്നു. പിന്നെ ഓണം റിലീസൊക്കെ ഞാൻ ഇപ്പോഴാണ് കണ്ടത്. റിലീസ് സമയത്ത് ഒരു സിനിമയും കാണാൻ പറ്റിയില്ല. ഈ അടുത്താണ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ പടവും കണ്ടു തീർത്തത്. പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് ഒറ്റ റിവ്യൂവിൽ പറയാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ARM കുറിച്ച് സംസാരിക്കാം. ഇന്ന് ARM 100 കോടി ക്ലബിൽ കയറി എന്നിട്ട് പോസ്റ്റർ ARM ടീം ഇറക്കിയിട്ടുണ്ടായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ഈ ARM എനിക്ക് കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ARM ആണ്. ഇത് ആക്ച്വലി 2D ഷൂട്ട് ചെയ്തിട്ട് 3D കൺവേർട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ 3Dയിലാണ് കണ്ടത്. അത് നല്ലൊരു തിയേറ്റർ 3D പോയി കാണേണ്ട ഒരു പടമാണ്. ആദ്യം 3D എഫക്റ്റിനെ കുറിച്ച് നമുക്ക് പറയാം. അതായത് എൻ്റെ വൈഫ് ആദ്യമായിട്ടാണ് 3D കാണുന്നത്. ആൾക്ക് നല്ല രീതിയിൽ കണക്റ്റായി. പക്ഷേ എനിക്കും 3D ഇഷ്ടപ്പെട്ടു. കാരണം ഇത് അവതാറോ അല്ലെങ്കിൽ മറ്റേ ഈ അവഞ്ചേഴ്സിൻ്റെ ഒക്കെ 3D ആയിട്ട് കമ്പയർ ചെയ്തത്. അത് 3D ഷോട്ട് ചെയ്ത പടമാണ്. ഈ ബറോസ് 3Dയിലാണ് ഷോട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ കങ്കുവൻ 3D ആണ്. അത് വേറൊരു 3D ആണ്. ഇത് 2D കൺവേർട്ട് ചെയ്തതാണ്. രണ്ട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ ARMൻ്റെ 3D എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീൻ ഫ്രണ്ടിലോട്ട് വന്ന് നിൽക്കും. പിന്നെ ചില സീൻസുകൾ നമുക്ക് ഇങ്ങനെ എടുത്തോട്ട് വരുന്നതായിട്ട് തോന്നും. എന്നാൽ ചില സീൻസ് പ്ലെയിൻ ആയിട്ട്, അതായത് നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ സ്ക്രീൻ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. വേറെ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ചില സീൻസിൽ ഒരു കാറ്റ്, പുക, പിന്നെ അമ്പ് വരുന്നത്, അങ്ങനെ ഇൻ്റർവെല്ലിൽ എഴുതി കാണിക്കുമ്പോൾ പടത്തിൻ്റെ മൂവി എഴുതി കാണിക്കുമ്പോൾ നമ്മൾ എടുത്തോട്ട് ഇങ്ങനെ തെറിച്ച് വരുന്ന രീതിയിൽ നിൽക്കും. അതാണ് ഈ ARM യൂസ് ചെയ്ത് 3D. ഈ അവതാറിൻ്റെ 3D ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ എന്താണ്ട് ആ ഒരു വേൾഡിൽ പോയ പോലത്തെ ഒരു ഫീൽ വരും. ഈ സൈഡിൽ കൂടെ ഒക്കെ സാധനം പോണ ഫീൽ ആവും. ഈ സൈഡിൽ കൂടെ ബാക്കിൽ നിന്ന് ശബ്ദം, പിന്നെ അത് നമ്മ ആ ഒരു വേൾഡിൽ ഇന്നായ പോലെയാണ് നമ്മ ഈ അവതാർ. അതേപോലെ തന്നെ 3D ഷോട്ട് ചെയ്ത മൂവീസ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് കണ്ട ആൾക്കാർക്ക് കറക്റ്റ് മനസ്സിലാവും. യഥാർത്ഥ 3D മൂവിയും 2D 3D ആയി കൺവേർട്ട് ചെയ്തത് തമ്മിലുള്ള വ്യത്യാസം. എനിവേസ് ARM 3D നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. 3D തന്നെ കാണേണ്ട മൂവിയാണ് ശരി പറഞ്ഞ ARM. ഈ ARMൻ്റെ സ്റ്റോറി നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ക്യാരക്ടറിലും ടൊവിനോ സൂപ്പർ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് മനിയൻ്റെ ഭാര്യയെ മാണിക്യം സുരഭി ചെയ്യുന്ന റോളും കിടിലൻ. പിന്നെ ഐശ്വര്യരാജിനൊരു ഗസ്റ്റ് അപ്പിയറൻസ് പോലെയാണ് വന്നത്. അധികം റോളില്ല. പിന്നെ കൃതി ഷെട്ടി നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. കൃതി ഷെട്ടിയുടെ ആദ്യത്തെ മലയാളം മൂവിയാണ്. ജഗദീഷ്, പിന്നെ ഈ ജഗദീഷിൻ്റെ മറ്റേ ഓസ്ലറിൽ ജഗദീഷിൻ്റെ ചെറുപ്പക്കാരെ അഭിനയിച്ച ഒരു പയ്യൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. പയ്യനല്ല, ഒരു ആക്ടർ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ആളുടെ ക്യാരക്ടറും അടിപൊളിയായിരുന്നു. ടോട്ടലി സുധീഷ് ആയിക്കോട്ടെ, ബേസിലായിക്കോട്ടെ, ആ പടം ഒരു മിസ്കാസ്റ്റും ഇല്ല. എല്ലാവരും പക്കയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പടം നല്ല രീതിയിൽ 2-2.5 മണിക്കൂറിൻ്റെ എടുത്തുള്ളൂ. അതായത് വലിച്ചു നീട്ടിയിട്ട് ഒന്നുമില്ല. കറക്റ്റ് വെൽ ടൈംഡ്, വെൽ പ്ലേസ്ഡ് എന്ന് പറയണം. കാരണം ഒരു സീൻ പോലും ലാഗിനോ അല്ലെങ്കിൽ വലിച്ചു നീട്ടലോ ഒന്നുമില്ല. നല്ല കിടിലൻ പടം കിടിലനായിട്ട് എടുത്തിട്ടുമുണ്ട്. ആൻഡ് ക്യാമറ വർക്കായാലും ഇരുട്ടത്തെ സീൻസ് ആയാലും 3D ആയാലും എല്ലാം ഒന്നിലൊന്നും മെച്ചം. ക്ലൈമാക്സും ഗംഭീരം. ഇപ്പോൾ ARM ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം. അത് 30 കോടി അതിന് ബഡ്ജറ്റ് ഇടും. ഇത്രയും കുറവ് ബഡ്ജറ്റിൽ ഇത്രയും നല്ല ഒരു റിച്ച് സെറ്റും ഇത്രയും നല്ല ഒരു വലിയൊരു പറയുക, നമുക്ക് 30 കോടിക്ക് ഒരു 300 കോടിയുടെ എഫക്റ്റാണ് ആ പടം തരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓണം റിലീസിലെ ആദ്യത്തെ പടം ARM. എന്തായാലും മസ്റ്റ് വാച്ചിങ് തിയേറ്ററാണ്. 3D തന്നെ കാണണം. പിന്നെ 2Dയിൽ ഇപ്പൊ കണ്ടിട്ട് അതിനുള്ള പടം 2D വാച്ച് ചെയ്തല്ല അടിപൊളി തന്നെയാണ്. പക്ഷെ വല്ലപ്പോഴെങ്കിലും 3D മലയാളത്തിൽ വരുള്ളൂ. അപ്പൊ 3D തന്നെയല്ലേ കാണേണ്ടത്. ചില ആൾക്കാർക്ക് 3D ഇഷ്ടപ്പെടില്ല കേട്ടോ. ഈ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നതിനെ കൊണ്ട്
ചില ആൾക്കാർക്ക് അത് ഇറിറ്റേഷനായി തോന്നും. അപ്പോൾ അവർ 2D തന്നെ പോകണമായിരിക്കും നല്ലത്. പക്ഷെ എന്തായാലും നല്ല തിയേറ്ററിൽ കാണാൻ സൗണ്ട് എഫക്ട്സ് ഒക്കെ ഗംഭീരമാണ്. ഇനി അടുത്ത പടം കിഷ്കിന്ധാകാന്തം. കിഷ്കിന്ധാകാന്തം കൊണ്ടലും എനിക്ക് ഒരേപോലെ ഇഷ്ടപ്പെട്ട പടമാണ്. പക്ഷേ കിഷ്കിന്ധാകാന്തം എല്ലാവരും വിചാരിച്ചേക്കാളും ബ്ലോക്ക് ബസ്റ്ററായി 60 കോടിയൊക്കെ കളക്ഷൻ കയറി. ആസിഫ് അലിയുടെ ആദ്യത്തെ 60 കോടി. പക്ഷെ കൊണ്ടൽ തിയേറ്ററിൽ അധികം കളക്ഷൻ വന്നില്ല. പക്ഷെ അത് ക്ലാഷ് വെച്ചായിരുന്നുകൊണ്ടാണ്. കാരണം കിഷ്കിന്ധാകാന്തവും കയറി ഹിറ്റായപ്പോൾ കൊണ്ടൽ തഴയപ്പെട്ടു. കൊണ്ടലും ഒരു നല്ലൊരു മൂവിയാണ്. പിന്നെ ബാഡ് ബോയ്സ് ഞാൻ കാണാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ എൻ്റെ അടുത്തുള്ള തിയേറ്ററിൽ നിന്ന് ആ പടം പോയായിരുന്നുകൊണ്ട് എനിക്കത് കാണാൻ പറ്റിയില്ല. കാണാത്ത പടത്തിനെ കുറിച്ച് നമ്മൾ റിവ്യൂ പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ ബാഡ് ബോയ്സ് കുറിച്ച് ഒന്നും പറയാനില്ല. ഈ കിഷ്കിന്ധാകാന്തത്തെ കുറിച്ച് പറയാം. കിഷ്കിന്ധാകാന്തം മൂവിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വൺസ് ഇൻ എ വൈൽ മൂവിയാണ്. അത് എല്ലാ സമയത്തൊന്നും ഇതേപോലത്തെ ഒരു പടം വരില്ല. ഈ പടം എല്ലാവർക്കും അംഗീകരിക്കാനും പാടായിരിക്കും. ഇതിപ്പോ ആദ്യം എൻ്റെ വൈഫിന് പടം കണക്റ്റ് ആയില്ല കിഷ്കിന്ധാകാന്തം. എല്ലാവരും കിഷ്കിന്ധാകാന്തം കാണാൻ പോണ ഒരു ദൃശ്യം പോലത്തെ അല്ലെ മെമ്മറീസ് പോലത്തെ ഒരു പടം എന്ന് ഉദ്ദേശിച്ചിട്ട് കിഷ്കിന്ധാകാന്തം കാണാൻ പോകുന്നത്. പക്ഷെ അതൊരു അങ്ങനത്തെ ഒരു പടമല്ല. ഇത് ഒരു ലൂപ്പ് സ്റ്റൈലിലുള്ള ഒരു പടമാണ്. ഈ മലയാളത്തിൽ തന്നെ ലൂപ്പിന്റെ കോൺസെപ്റ്റായി ഒരു പടം വന്നിട്ടുണ്ടായിരുന്നു. ഈ ലിജോ ജോസ് പല്ലിശ്ശേരി പിടിച്ച് ചെമ്പൻ വിനോദ് വിനയ് ഫോട്ടോ ഒക്കെ ആയിട്ടുള്ള ഒരു പടം. ആ പടത്തിന്റെ പേര് അതായത് കണ്ട് ലൂപ്പ് കോൺസെപ്റ്റാണ് അതിൽ പറയുന്നത്. ഭയങ്കര വിവാദമായ ഒരു പടമാണ്. കാരണം ഫാൾസ് ലാംഗ്വേജ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായതാ. OTT റിലീസ് ചെയ്ത 18+ മൂവിയാണ്. അത് ലൂപ്പാണ് പറയുന്നത്. പിന്നെ മാനാട് തന്നെ മൂവി മറ്റേ ചിമ്പുവിന്റെ, അതും വെങ്കിട്ട് പ്രഭു ഡയറക്റ്റ് ചെയ്തത്, അതും ലൂപ്പാണ് പറയുന്നത്. പക്ഷെ ഈ 2 ലൂപ്പ് മൂവീസിലും നമുക്ക് ആ ലൂപ്പ് സിനിമ കഴിയുമ്പോൾ തന്നെ ക്ലോസ് ചെയ്യുന്നുണ്ട്. പിന്നെയും ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മൂവിയിലാണ് ലൂപ്പ് ക്ലോസ് ചെയ്യാതെ നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഈ പടം കിഷ്കിന്ധാകാന്തം എന്ന പടത്തിന്റെ ലൂപ്പ് എന്ന് പറയുന്നത് പടം കഴിയുമ്പോൾ ലൂപ്പിൻ്റെ ഉള്ളിൽ പെട്ടു. പിന്നെ നമുക്ക് 2 ദിവസം എടുക്കും ആ ലൂപ്പിൽ നിന്ന് പുറത്ത് വരാൻ. കാരണം അതൊരു വേറൊരു വൈബ് മൂവിയാണ്. അത് ഒരു ഏറം പോലെ എൻജോയ് ചെയ്ത് ഫീൽ ഗുഡ് ടൈപ്പ് കണ്ടിരിക്കേണ്ട ഒരു പടമല്ല ശരിക്കും പറഞ്ഞാൽ കിഷ്കിന്ധാകാന്തം. പക്ഷെ ഇതേപോലത്തെ ഇംഗ്ലീഷ് മൂവീസൊക്കെ കണ്ട് ആൾക്കാർക്കൊക്കെ ഈ പടം കറക്റ്റ് കണക്റ്റ് ആവും. അപ്പൊ ഇതിന്റെ ലൂപ്പ് എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വിജയരാഘവൻ ലൂപ്പിൽ പെട്ടിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ വിജയരാഘവന്റെ ലൂപ്പിൽ പെടേണ്ടി വന്ന വേറെ 3 പേരാണ് ഈ ആസിഫ് അലി, അപർണ ബാലമുരളി, പിന്നെ ജഗദീഷ്. ഈ ലൂപ്പിൽ നമ്മളും പെട്ടും പടം കഴിയുമ്പോൾ. ഒട്ടും ഫീൽ ഗുഡ് മൂവിയല്ല, ഭയങ്കര സീരിയസ് പടമാണ്. പക്ഷെ എന്നാലും ഒരു പക്ക വെറൈറ്റി മൂവിയാണ്. അത് കണ്ടിരിക്കാനുള്ള ഒരു പടമുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതിലെ ദൃശ്യ ഭംഗിയായാലും കാടും പിന്നെ ആകെ ലിമിറ്റഡ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സും ഉള്ളൂ. പക്ഷെ നല്ല ഒരു പടം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ ഒരു ടെൻഷനിലായി പോകും. എനിവേസ് തിയേറ്ററിൽ നിന്ന് ആ ടൈപ്പ് ജോണേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു വൺ ഓഫ് ദ എപ്പിക് മൂവിയാണ്. വൺസ് ഇൻ എ വൈൽ വാച്ചാണ്. ഇതേപോലത്തെ ഒരു സിനിമ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പിന്നെ കൊണ്ടൽ ഞാൻ നോക്കിയപ്പോൾ ഈ തിയേറ്ററിൽ അധികം കളക്ഷൻ വരുന്നില്ല, ഫ്ലോപ്പിലോട്ട് പോവുകയാണെന്നൊക്കെയാണ് കേൾക്കുന്നത്. ട്രാക്കിംഗ് റെക്കോർഡ്സും കളക്ഷൻ റെക്കോർഡ്സും ഒക്കെ എടുക്കുമ്പോൾ. പക്ഷേ കൊണ്ടൽ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി തന്നെയാണ്. ഒരിക്കലും മോശം പറയാൻ പറ്റില്ല. കാരണം അത് നല്ല എഫേർട്ട് ഉണ്ട് ആ പടം എടുത്തത്. കാരണം കടലിന്റെ നടുക്കാണ് ആ പടം മൊത്തം ഷൂട്ട് ചെയ്തേക്കുന്നത്. ഇപ്പം ഈ മീൻ പിടിക്കാനായിട്ട് കുറെ പേര് കടലിന്റെ നടുക്കോട്ട് പോയി 2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ തിരിച്ചിട്ടുള്ളൂ. അത് ഞാൻ കേട്ടിട്ടുണ്ട്. 2 ആഴ്ച കഴിഞ്ഞിട്ട് കടലിന്റെ നടുക്ക് ജീവിക്കുന്നു. അവരുടെ സ്ട്രഗിൾസ്, അവരുടെ അസുഖങ്ങൾ, പെയിൻ, അതൊക്കെ കറക്റ്റ് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഇതൊരു റിവെഞ്ച് സ്റ്റോറിയാണ് കൊണ്ടൽ സിനിമയിൽ പറയാനുള്ളത് പെപ്പെ, രാജീവ് ഷെട്ടി, മണികണ്ഠൻ ആചാരി, പിന്നെ കരിക്കില് ഒരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറിന്റെ പേരും ക്യാരക്ടർ അറിയില്ല. ആള് ഈ പടത്തിൽ വില്ലനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നന്ദു
ഇവരാണ് ഈ കൊണ്ടൽ സിനിമയിൽ തകർത്ത് അഭിനയിച്ചത്. ഇത് റിവെഞ്ച് സ്റ്റോറി പോലെ തന്നെ ഇതിൽ ഷാർക്കിനായിട്ടുള്ള ഫൈറ്റ് ഒക്കെ ഉണ്ട് ക്ലൈമാക്സിന് തൊട്ട് മുമ്പ്. അതും ഒരു നല്ല രീതിയിൽ തിയേറ്റർ എക്സ്പീരിയൻസിൽ കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ്. കൊണ്ടൽ ഫാമിലിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചാൽ ചാൻസ് കുറവാണ്. RDX പോലത്തെ റിവെഞ്ച് അല്ല ഈ പടത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതും ലിമിറ്റഡ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്, പിന്നെ കടലിന്റെ നടുക്ക്, ആ ഒരു പ്രത്യേക വൈബിൽ പോണ ഒരു പടമാണ്. ആ പടം ഫാമിലിക്ക് ഏറ്റെടുത്തില്ല. അതായത് തിയേറ്ററിൽ ആളില്ല എന്ന് പറയുന്നത്. ഫാമിലി മൊത്തം കിടന്നതും ARM തന്നെയാണ്. അതായത് ARM 100 കോടി അടിച്ചത്. അപ്പൊ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ARM, പിന്നെ കിഷ്കിന്ധാകാന്ഡം, കൊണ്ടലും ഏതാണ്ട് സെയിം. പിന്നെ ബാഡ് ബോയ്സ് കാണാൻ നോക്കി പറ്റിയില്ല. ബാഡ് ബോയ്സിന് അങ്ങനെ ഒരു മിക്സ്ഡ് റിവ്യൂ ആണെന്ന് തോന്നുന്നു. ചില ആൾക്കാർ നല്ലതെന്ന് പറയുന്നു, ചില ആൾക്കാർ മോശമാണെന്ന് പറയുന്നു. അപ്പൊ അത്രേ ഉള്ളൂ ഓൺ റിലീസ്. ആൻഡ് കൺഗ്രാറ്റ്സ് ടൊവിനോ, ആസിഫ് അലി. അവരാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്ന 2 താരങ്ങൾ. അപ്പോൾ ഈ ഷോർട്ട് റിവ്യൂ ഇവിടെ നിർത്തുകയാണ്. ഇനി അടുത്ത റിലീസ് വരുമ്പോൾ കാണുന്നതാണ്. ബൈ.